ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നൊരു കടല മസാല റോസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റും നല്ല മണവും രുചിയുമുള്ളൊരു കടല റോസ്റ്റാണ്. ഇത് പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ കുറച്ച് ചേരുവ ചേർത്താണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. തക്കാളിയൊക്കെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ കറി വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയും ഉപയോഗിക്കാം. എണ്ണയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 4-5 പച്ചമുളക് നെടുവെ പിളർന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളകാണ് ഇതിനകത്ത് കൂടുതൽ ചേർക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി സ്ക്വയറായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് വേണ്ട ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ സവാള ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ആവശ്യത്തിന് പട്ട, കറിയാമ്പ്, ഏലക്ക ചേർത്ത് പൊടിച്ചതാണ്. അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഗരം മസാലയാണ് കേട്ടോ ഈ റോസ്റ്റിന് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി മൂക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പിട്ട് വേവിച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേത് കടല വേണമെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കാം. ഇതിൽ കടല വേവിച്ച വെള്ളം 1.5 കപ്പ് കാണും, അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കടല റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഇത് വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി വേണമെങ്കിൽ ഈ സമയത്ത് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. കണ്ടോ, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കടലയിൽ പുരണ്ട രീതിയിലായിരിക്കും ഇത് തണുത്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. കുറച്ച് കുറുകിയ ചാറോടുകൂടി വേണമെങ്കിലും നമ്മൾ കടല ചേർത്ത സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടിയാണെങ്കിലും വളരെ കുറച്ചാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ ഈ കടലക്കറിക്ക് അടിപൊളി ടേസ്റ്റും മണവും ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചേരുവ ചേർത്തുണ്ടാക്കിയ ഈ കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്